Videoline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. വർക്ക് ഫ്രം ഹോമിനെ പിന്തുണച്ച ലേബർ സർക്കാർ. ജീവനക്കാർ ജോലി ചെയ്യുന്ന കാര്യത്തിൽ കൺസർവേറ്റീവ് ചിന്താഗതിയല്ല നിലവിലുള്ള സർക്കാരിൻ്റേത്. ആഴ്ചയിൽ 3 ദിവസം എന്തായാലും ഓഫീസിൽ പോകണമെന്നായിരുന്നു സർക്കാർ നിലപാട്. ഇപ്പോഴിതാ ജോലി പൂർത്തിയാക്കിയാൽ പിന്നെ നിയന്ത്രണങ്ങൾ എന്തിനാണെന്നാണ് പുതിയ സർക്കാർ കാഴ്ചപ്പാട്. എല്ലാവരും ഓഫീസിൽ വന്ന് ജോലിയെടുക്കണമെന്ന കടുംപിടുത്തം ഇവർക്കില്ല. എന്നാൽ പുതിയ സർക്കാർ നയം മറ്റൊന്നാണെന്ന് ബിസിനസ് സെക്രട്ടറി ജൊനാഥൻ റൈൻഡോൾ വ്യക്തമാക്കി. ജോലി ചെയ്യുന്നവർ വീട്ടിൽ നിന്ന് കൂടുതൽ കാര്യക്ഷമമായി ചെയ്യുന്നു. തന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ഓഫീസിലെ ജീവനക്കാർ വർക്ക് ഫ്രം ഹോം ആക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വീട്ടിൽ ഹാപ്പിയായി ജോലി ചെയ്യുക, ജോലിയിൽ ഹാപ്പിയാണെങ്കിൽ തൊഴിലിലും തിളങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 8,000-ഓളം പേർ ജോലി ചെയ്യുന്ന തന്റെ ഓഫീസിൽ അവർക്ക് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലിരുന്ന് ജോലി ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. ടോറികളെ പഴിച്ച് പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് നിർത്തലാക്കുവാനുള്ള വോട്ട് സഭയിൽ. 10 മില്യൺ പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റുകൾ റദ്ദാക്കുവാനുള്ള ലേബർ ഗവൺമെന്റ് പദ്ധതി ഇന്ന് കോമൺസിൽ വോട്ടിനിടും. വിവാദമായ പദ്ധതി അവതരിപ്പിക്കുന്നതിന് കുറ്റപ്പെടുത്തേണ്ടത് കൺസർവേറ്റീവുകളെയാണെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് പറയുന്നു. ലേബർ പാർട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ളതിനാൽ സഭയിൽ ചില ലേബർ എംപിമാരുടെ ഉൾപ്പെടെയുള്ള എതിർപ്പുകൾ രേഖപ്പെടുത്തിയാലും വൻ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ബിൽ പാസ്സാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ലേബർ എംപിമാർ വിമത നീക്കം നടത്തുമെന്നും കരുതുന്നുണ്ട്. വിന്റർ ഫിറ്റിംഗ് ഓണാക്കുവാൻ മടിച്ച് പെൻഷൻകാർ മരിക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കവെയാണ് പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുവാൻ ചാൻസലർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ സ്റ്റേറ്റ് പെൻഷൻ വർധനവിലൂടെ പെൻഷൻകാർക്ക് ഇപ്പോൾ തന്നെ £900 ലാഭം കിട്ടിയത്. അതിനാൽ ഫ്യൂവൽ പേയ്മെന്റ് പിൻവലിക്കുന്നത് പ്രശ്നമാകില്ലെന്നുമെന്നാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ റീവ്സ് അറിയിച്ചത്. 1750 തടവുകാർ എന്ന് പുറത്തേക്ക്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരകൾക്ക് ആശങ്ക. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കുൾപ്പെടെ ജയിലിൽ പോയ ശേഷം പകുതി കാലം പോലും ശിക്ഷ അനുഭവിക്കാതെ കുറ്റവാളികൾ പുറത്തേക്ക്. ഇവരെ ഇപ്രകാരം തുറന്നുവിടുന്നത് നൂറുകണക്കിന് ഇരകൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും. കാരണം ലേബർ ഗവൺമെന്റിന്റെ തടവുകാരുടെ കൂട്ടമോചനത്തിൽ ഇവരകൾക്ക് യാതൊരു മുന്നറിയിപ്പും നൽകിയിട്ടില്ലെന്നാണ് വസ്തുത. ഇത് പല ഇരകൾക്കും ഷോക്കായി മാറുമെന്ന് ലണ്ടൻ വിക്ടിം കമ്മീഷണർ ക്ലെയർ വാക്സ്മാൻ മുന്നറിയിപ്പ് നൽകി. കുറ്റവാളികൾ നേരത്തെ പുറത്തിറങ്ങുമെന്ന് ഇവർക്ക് അറിയില്ല. ഇരകൾക്ക് സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നും വാക്സ്മാൻ ചൂണ്ടിക്കാണിച്ചു. 5000-ലേറെ തടവുകാരാണ് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ പദ്ധതി പ്രകാരം മോചിതരാകുന്നത്. ബ്രിട്ടനിലെ ജയിലുകൾ തടവുകാരെ കൊണ്ട് നിറഞ്ഞ് സ്ഥലപരിമിതി നേരിട്ട പ്രതിസന്ധി അയക്കാനാണ് ഈ നീക്കം. എന്നാൽ ഗുരുതര അക്രമികൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായി പുറത്തുവരുന്നതാണ് പ്രശ്നമായി മാറുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. മണിപ്പൂരിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. വീടുകൾക്ക് തീയിട്ട് അക്രമികൾ. വനത്തിലേക്ക് രക്ഷപ്പെട്ട് നാട്ടുകാർ. സംഘർഷഭരിതമായ മണിപ്പൂരിൽ കുക്കി മെയ്തേയ് ഏറ്റുമുട്ടലിനിടെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. കാങ്പോപ്പി ജില്ലയിലെ താങ്മ ഗ്രാമത്തിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ നിജംഖോൽ ലഹം ടീം ആണ് കൊല്ലപ്പെട്ടത്. അക്രമികൾ ഒട്ടേറെ വീടുകൾക്ക് തീയിട്ടു. നാട്ടുകാർ വനത്തുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് പറഞ്ഞത്. ഏറ്റുമുട്ടലിനിടെ ഇരുപക്ഷവും പരസ്പരം ബോംബെറിഞ്ഞെന്നും വിവരമുണ്ട്. തിങ്കളാഴ്ച രാത്രി CRPF സംഘത്തിനു നേരെയും പ്രതിഷേധക്കാർ അക്രമം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന രാജ്ഭവൻ സെക്രട്ടേറിയറ്റ് മാർച്ചിലും വലിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. 12 പേർക്ക് പരിക്കേറ്റു. രാജ്ഭവനും സെക്രട്ടേറിയറ്റിന് നേരെ സമരക്കാർ കല്ലെറിയുകയും CRPFന്റെ വാഹനവ്യൂഹം ആക്രമിക്കുകയും ചെയ്തു. തൗബാൽ കളക്ടറേറ്റിൽ സമരക്കാർ മെയ്തേയ് പതാക ഉയർത്തി ദേശീയ പതാക അഴിച്ചുമാറ്റിയാണ് ഇങ്ങനെ ചെയ്തതെന്ന പ്രചാരം കളക്ടർ നിഷേധിച്ചു. 3 വർഷം എന്ത് ചെയ്തു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. സർക്കാർ നിഷ്ക്രിയത്വം കാണിച്ചെന്ന് കുറ്റപ്പെടുത്തി കോടതി. 2021 റിപ്പോർട്ട് DGPക്ക് കൈമാറിയിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും നിർദ്ദേശിച്ചു. ഇതിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം കേസെടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ, നമ്പ്യാർ, CS സുധ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതിന്മേലുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കി സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കണം. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കേണ്ടത്. കേസിലെ പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നാണെങ്കിൽ അത് മാനിക്കണം. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം. പരാതി നൽകിയവർക്കും ഇരകൾക്കും സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. മിൽമ മുഖേന 1.25 കോടി ലിറ്റർ പാൽ. ഓണക്കാലത്തെ പാലു ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിന് പുറത്തുനിന്ന് 1.25 കോടി ലിറ്റർ പാൽ വാങ്ങുവാൻ മിൽമ തീരുമാനിച്ചു. തിരുവോണം ഉൾപ്പെടെ പാലിന് ഏറ്റവും ആവശ്യമുള്ള 4 ദിനങ്ങൾക്ക് വേണ്ടിയാണ് കർണാടക, തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് പാൽ എത്തിക്കുകയെന്ന് മിൽമ ചെയർമാൻ KS മണി അറിയിച്ചു. തൈര് നിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി അടുത്ത ദിവസം തന്നെ അധിക പാൽ എത്തിത്തുടങ്ങും. ഓണക്കാലത്ത് പൈൽ, തൈര്, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി 1.5 കോടി ലിറ്റർ പാൽ ആവശ്യമാണ് എന്നാണ് കരുതുന്നത്. നിലവിൽ 12 ലക്ഷം
ലക്ഷം ലിറ്റർ മാത്രമാണ് കേരളത്തിന്റെ പ്രതിദിന ഉൽപാദനം. ഓരോ ദിവസത്തെയും ആവശ്യം നിറവേറ്റുന്നതിന് ഇപ്പോൾ തന്നെ 7 ലക്ഷം ലിറ്റർ പുറമേ നിന്ന് മിൽമ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. ഇത്തവണ മലബാർ, എറണാകുളം, തിരുവനന്തപുരം എന്നിങ്ങനെ എല്ലാ യൂണിയനുകളും പാൽക്ഷാമം നേരിടുകയാണ്. ഇനി കായിക വാർത്തകൾ. ബെൽജിയത്തെ വീഴ്ത്തി ഫ്രാൻസ് വിജയവഴിയിൽ. നോർവേയുടെ രക്ഷകനായി ഹാലൻഡ്. വിജയക്കുതിപ്പ് തുടർന്ന് ഇറ്റലി. യുവേഫ നേഷൻസ് ലീഗിൽ ആദ്യ മത്സരത്തിൽ ഇറ്റലിയോട് അപ്രതീക്ഷിത തോൽവി വഴങ്ങിയെങ്കിലും രണ്ടാം മത്സരത്തിൽ കരുത്തരായ ബെൽജിയത്തിനെതിരെ ഫ്രാൻസിന് ജയം. സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാതെ 2 ഗോളുകൾക്കാണ് ഫ്രാൻസ് വിജയിച്ചത്. താരതമ്യേന ദുർബലരായ ഇസ്രായേലിനെതിരെ 1-2 ഗോളുകൾക്ക് തകർത്ത ഇറ്റലി വിജയക്കുതിപ്പ് തുടരുന്നു. സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ് നേടിയ ഗോളിൽ നോർവേ ഓസ്ട്രിയയെയും പരാജയപ്പെടുത്തി. മത്സരത്തിൽ ഇരുപകുതികളിലായി നേടിയ ഗോളുകളിലാണ് ഫ്രാൻസ് ബെൽജിയത്തെ തോൽപ്പിച്ചത്. കൊളോമുവാനി, ഒസ്മാൻ ഡെംബെലെ എന്നിവരാണ് ഫ്രാൻസിനായി ഗോൾ നേടിയത്. ഇറ്റലിക്കെതിരെ മുഴുവൻ സമയവും കളിച്ച കിലിയൻ എംബാപ്പയെ പകരക്കാരുടെ ബെഞ്ചിലിരുത്തിയാണ് ബെൽജിയത്തിന് ഫ്രാൻസ് മത്സരം തുടങ്ങിയത്. രണ്ടാം പകുതിയിലാണ് സൂപ്പർ താരം കളത്തിലെത്തിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 109.81 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.